കയ്പില്ലാതെ നമ്മൾ പല രീതിയിൽ നാരങ്ങാച്ചാർ റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒട്ടും കയ്പില്ലാതെ നാരങ്ങാച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയും വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. നാരങ്ങാച്ചാറ് ഇടാനെടുക്കുമ്പോൾ കഴിയുന്നത് യെല്ലോ കളർ നാരങ്ങയാണ് എടുക്കേണ്ടത്. ഞാൻ എടുത്തതിനകത്ത് 2 എണ്ണം ഗ്രീൻ കളറുണ്ട്. അത് ഞാൻ ഒഴിവാക്കുന്നില്ല. ഞാനിടുന്ന ഈ രീതിയിലാണെങ്കിൽ അത് ഒട്ടും തന്നെ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല ഇത്. അപ്പച്ചപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവി വരുന്നുണ്ട്. അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുന്നു. 7 മിനിറ്റോളം ഒന്ന് ആവി കയറ്റുന്നുണ്ട്. നാരങ്ങയുടെ തൊലി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. തൊലി പൊട്ടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസ് നാരങ്ങയുടെ ജ്യൂസ് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അത് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. 7 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. നാരങ്ങയുടെ ചൂടാറി കഴിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പൂടെ ഇട്ട് കുപ്പി അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും ഒന്ന് മിക്സായി വരികയും ചെയ്യും. ഇതേപോലെ ഈ കുപ്പിയിൽ 3 ദിവസത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുക്കിങ്ങിനായിട്ട് എടുക്കുന്നുള്ളൂ. ഇതേപോലെ ഈ കുപ്പിയിൽ ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞാണ് അച്ചാറിടാൻ എടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അച്ചാറിടാൻ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, ശകലം കായവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മുടെ നാരങ്ങ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം സോഫ്റ്റായി വന്ന് അതിൻ്റെ കയ്പ്പെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കടായി വെച്ച് കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം വരും. അങ്ങനെ നല്ലെണ്ണയും ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കായം മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കടുക് ഇടുന്നു. പിന്നെ ഒരു ശകലം ഉലുവ ഇടുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോഴത്തേനും പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ ആ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണിൽ താഴെ ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഗ്യാസ് സിമ്മയിലാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്ന സമയത്ത് കട്ടായി പോയതാണ്. അങ്ങനെ അത് മിസ്സായി പോയിട്ടുണ്ട്. അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് തിളപ്പിക്കുന്നുണ്ട്. അത് തിളച്ച് അങ്ങനെ വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സദ്യക്ക് പറ്റിയ ഒരു അടിപൊളി അച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഉപ്പൊക്കെ വളരെ കറക്റ്റായിരുന്നു. ആദ്യം ഞാൻ ആ കട്ട് ചെയ്യുമ്പോൾ 1 ടീസ്പൂണ് ചേർത്തത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ ചേർത്തിട്ടില്ല കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നാരങ്ങയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച കായം പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. കായം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഒട്ടും കയ്പില്ലാതെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിനും കഞ്ഞിക്കും ഒക്കെ അടിപൊളി ഒരു അച്ചാർ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം.
അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഒട്ടും മറക്കണ്ട. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.